കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി. അതൊന്ന് വായിച്ചു നോക്കട്ടോ, ഒന്നുകൂടി ഓർത്തെടുക്കാം. ഇനിവേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എപ്പോഴായിരുന്നു ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം? ഇതിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷനും സീറോ തരുന്നതില്ലെങ്കിൽ, ദർ ഈസ് നോ നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്ടേഴ്സ് ദാറ്റ് ഗീവ്സ് ദ സീറോ വെക്ടർ. ഇതായിരുന്നു നമ്മൾ ഡെഫിനിഷനായിട്ട് പറഞ്ഞിരുന്നത്. മാത്രമല്ല എൻ്റെ കൂടെ എം ടി സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും നമ്മൾ പറഞ്ഞു വെച്ചു. പിന്നെ ഇൻഫിനിറ്റ് സെറ്റിൻ്റെ കാര്യം, ഇവിടെ ഫൈനൈറ്റ് സെറ്റ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ. ഇൻഫിനിറ്റ് സെറ്റിൻ്റെ കാര്യം ഇതുപോലെ തന്നെ പറയാവുന്നതാണ്, ജസ്റ്റ് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ തൽക്കാലത്തേക്ക് ഇപ്പോൾ പറയുന്നില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആവട്ടെ. സോ ഇനി ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സിമ്പിൾ പ്രോബ്ലംസാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ മാച്ചിട്ട് ഇവിടെ പ്രോബ്ലംസ് ചെയ്ത് വരാം. ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്. നിങ്ങൾ ആദ്യം പ്രോബ്ലം വായിച്ചു നോക്കുക, എന്നിട്ട് സ്വന്തം സോൾവ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ നോക്കിയാൽ മതി. ഇത്രയുള്ള ഒരു സിംഗിൾട്ടൺ സെറ്റ് വി, അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി നോട്ട് ഈക്വൽ ടു സീറോ എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ട് പാർട്ടുണ്ട്. ഇത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ വി നോട്ട് ഈക്വൽ ടു സീറോ എന്ന് കാണിക്കണം. അതാണ് ഞാൻ ഇവിടെ ആദ്യം കാണിച്ചത്. ഇൻഡിപെൻഡൻറ്റ് അസ്യൂം ചെയ്തു, എന്നിട്ട് വി നോട്ട് ഈക്വൽ ടു സീറോ എന്ന് കാണിച്ചു. കോൺട്രഡിക്ഷൻ ടെക്നിക്കാണ് ഉപയോഗിച്ചത്. വായിച്ചു നോക്കുക. ഇനി തിരിച്ച് കോൺവേഴ്സ്ലി എന്ത് ചെയ്യണം? വി നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. അത് ഞാൻ ഇവിടെ കാണിച്ചിട്ട് ഇവിടെ ഞാൻ കോൺട്രഡിക്ഷൻ ടെക്നിക്കാണ് ഉപയോഗിച്ചത്. ഒക്കെ വായിച്ചു നോക്കുക. ഞാൻ ഇനി അടുത്ത പ്രോബ്ലമായിട്ട് വരാം. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടത് ഒരു വെക്റ്റർ മാത്രം തന്നു കഴിഞ്ഞാൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എങ്ങനെ തീരുമാനിക്കുക എന്നുള്ളത്. അത് സിമ്പിളായിരുന്നു. ആ വെക്റ്റർ സീറോ ആണെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, സീറോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി രണ്ട് വെക്റ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഒരു വെക്റ്റർ സ്പേസിൽ V1 V2. എന്നിട്ട് ഈ റിസൾട്ട് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഈ V1 V2ൻ്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ V2 V1ൻ്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ ഈ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിലോ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് എപ്പോഴാണ് ഡിപ്പെൻഡൻ്റ് ആവുക? ഇതിലേതെങ്കിലും ഒരു വെക്ടർ മറ്റേ വെക്ടറിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, അതർവൈസ് ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അതാണ് ഈ റിസൾട്ട് പറയുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാം. അതിൻ്റെ മുമ്പേ ഇവിടെ നോക്കുക. ഇതിപ്പോൾ R3 ഒരു സെറ്റ് തന്നു, രണ്ട് വെക്ടേഴ്സിൻ്റെ ഒരു സെറ്റ് തന്നു. ഈ റിസൾട്ട് പ്രകാരം ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം എന്താ? ഈ വെക്ടറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടൂലേ. അപ്പോൾ ഇത് ഇതിൻ്റെ മൾട്ടിപ്പിളാണ്. സോ ദിസ് ഈസ് ഡിപ്പെൻഡൻറ്റ്. ഇനി താഴത്തതോ നോക്കുക. ഈ രണ്ട് വെക്ടേഴ്സിൽ ഇതിനെ എന്തുകൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമോ, ഇതിനെന്തുകൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമോ? കിട്ടൂല. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. സോ ദിസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യാം. ഞാൻ മാച്ചിലൂടെ പ്രൂഫ് ചെയ്ത് അങ്ങനെ സ്വന്തം ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയതുകൊണ്ട് രണ്ട് സൈഡ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നൈദർ വെക്ടർ ഈസ് എ സ്കാലർ മൾട്ടിപ്പിൾ ഓഫ് ദി അതർ എന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ ഇടാം. ഈ പ്രൂഫ് നിങ്ങൾ പരമാവധി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നോക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ ഇത്. അപ്പോൾ എനിവേ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഈ സെറ്റ് V1 V2 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇതിൽ ആരുടെയും സ്കാലർ മൾട്ടിപ്പിൾ അല്ല എന്ന് കാണിക്കണം. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. അപ്പോൾ V1 V2 ഇൻഡിപെൻഡൻ്റ് അസ്യൂം ചെയ്തു. ഇനി ഞാൻ എന്താ കാണിക്കേണ്ടത്? ഇവിടെ V1 V2ൻ്റെയോ അല്ലെങ്കിൽ V2 V1ൻ്റെയോ മൾട്ടിപ്പിൾ അല്ല എന്ന് കാണിക്കണം. ഇവിടെ കോൺട്രഡിക്ഷൻ ടെക്നിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ആദ്യം V1 V2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താ കുഴപ്പം നോക്കാം. V1 V2ൻ്റെ സ്കാലർ മൾട്ടിപ്പിൾ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാലോ, V1 = a മൾട്ടിപ്പിൾ ഓഫ് V2 എന്ന് എഴുതാലോ. എഴുതാം. അവിടെ എനിക്ക് ഇങ്ങനെ കിട്ടൂലേ? ഇങ്ങനെ കിട്ടും അല്ലേ. ഇവിടെ V1-നൊക്കെ 1V1 എഴുതി പിന്നെ മറ്റേ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശ്രദ്ധിക്കണേ, നമ്മുടെ സെറ്റ് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി V1 V2ൻ്റെ സ്കാലർ മൾട്ടിപ്പിൾ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. കാരണം എന്താ? ഇതൊരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ അല്ലേ. V1ൻ്റെയും V2ൻ്റെയും V1ൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 1 അല്ലേ, 0 അല്ലല്ലോ. സോ ദിസ് ഇസ് എ നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദിസ് സെറ്റ് വിച്ച് ഗിവ്സ് 0. അങ്ങനെ ഉണ്ടാവുമോ? ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അല്ലേ. ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉപയോഗിച്ചിട്ട് ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതെങ്കിലും നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ 0 തരുമോ? തരൂലല്ലോ. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ V1 V2ൻ്റെ സ്കാലർ മൾട്ടിപ്പിൾ ആണെന്ന് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺട്രഡിക്ഷനിലേക്ക് എത്തിച്ചേരും. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? V1 V2ൻ്റെ സ്കാലർ മൾട്ടിപ്പിൾ അല്ല. സിമിലർലി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? V2 V1ൻ്റെയും സ്കാലർ മൾട്ടിപ്പിൾ എല്ലാം പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ V1 V2ൻ്റെയോ അല്ലെങ്കിൽ V2 V1ൻ്റെയോ സ്കാലർ മൾട്ടിപ്പിൾ അല്ല. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് നമുക്ക് പ്രൂവ് ചെയ്യാം. ഈ കോൺവേഴ്സ് പാർട്ടും സ്വന്തം ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നോക്കുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്തേ കാണിക്കേണ്ടിയിരുന്നത്? ഈ സെറ്റിൽ ആരുടെയും സ്കാലർ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ദിസ് സെറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് കാണിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി ഈ സെറ്റിൽ ആരുടെയും സ്കാലർ മൾട്ടിപ്പിൾ അല്ല എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കാണിക്കണം? ഇത് ഇൻഡിപെൻഡൻ്റ് കാണിക്കണം. ഇവിടെ ഞാൻ കോൺട്രഡിക്ഷൻ ടെക്നിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. സപ്പോസ് ദിസ് സെറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ്. എന്താ കുഴപ്പം നോക്കാം. ഈ സെറ്റ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ നമുക്ക് കിട്ടും വിച്ച് ഗിവ്സ് 0 വെക്ടർ. നമുക്കറിയാം.
ക്ലിയർ അല്ലേ? അതായത് ഇതിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ C1 + C2 V2 കിട്ടും, വിച്ച് ഗിവ്സ് 0 വെക്ടർ. ഇത് നോൺ ട്രിവിയൽ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിൽ ഒന്നുകിൽ C1 അല്ലെങ്കിൽ C2 ഏതെങ്കിലും ഒന്ന് 0 അല്ലാത്തത് ഉണ്ടാവും, അതല്ലേ ഈ ലീനിയർ കോമ്പിനേഷൻ നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? ഇതൊക്കെ പോസിറ്റീവ് വായിച്ചിട്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ C1 ഒന്നുകിൽ C1 അല്ലെങ്കിൽ C2 0 അല്ലാത്ത രീതിയിൽ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ 0 തരുന്നത് നമുക്കുണ്ടാവും. അപ്പോൾ C1 0 അല്ലാത്ത കേസ് എടുക്കുക. C1 ഒന്നുകിൽ C1 0 അല്ല അല്ലെങ്കിൽ C2 0 അല്ല. C1 0 അല്ലെങ്കിൽ എനിക്ക് C1 V1 = ഇങ്ങനെ എഴുതാലോ, C2 V2 റൈറ്റ് സൈഡിലേക്ക് എടുത്തിട്ട്. ഇനി C1 0 അല്ലാത്തേ കൊണ്ട് രണ്ട് സൈഡും C1 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അപ്പോൾ എനിക്ക് V1 എങ്ങനെ കിട്ടൂലേ? അപ്പോൾ V1 V2 ഒരു മൾട്ടിപ്ലൈ ഇല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റിനെതിരല്ലേ? നമ്മളെന്താ പറഞ്ഞാൽ ഇതിൽ ആരുടെയും സ്കാലർ മൾട്ടിപ്ലൈ അല്ലാന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. പക്ഷേ ഇവിടെ എന്ത് കിട്ടി? V1 V2 സ്കാലർ മൾട്ടിപ്ലൈ കിട്ടി. ഒരു കോൺട്രഡിക്ഷൻ അല്ലേ? അപ്പോൾ ഈ കേസിൽ C1 0 അല്ലെങ്കിൽ കോൺട്രഡിക്ഷനിലേക്ക് എത്തിച്ചേരും. ഇതേമാതിരി C2 0 അല്ലെങ്കിൽ നമ്മൾ കോൺട്രഡിക്ഷനിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ രണ്ട് വഴിക്ക് പോയാൽ നമ്മൾ കോൺട്രഡിക്ഷനിലേക്ക് എത്തിച്ചേരും. ഈ കോൺട്രഡിക്ഷൻ്റെ ഒക്കെ കാരണം ആരാണ്? ഈ സെറ്റ് ഡിപ്പെൻഡൻ്റ് അസ്യൂം ചെയ്തതാണ് അല്ലേ? ഈ സെറ്റ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു നോൺ ട്രിവിയൽ കോമ്പിനേഷൻ കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ഇത് നോൺ ട്രിവിയൽ കോമ്പിനേഷൻ ആണെങ്കിൽ ഒന്നുകിൽ C1 അല്ലെങ്കിൽ C2 ഏതെങ്കിലും ഒന്ന് 0 അല്ലാതിരിക്കണം. C1 0 അല്ലെങ്കിലും കോൺട്രഡിക്ഷനിലേക്ക് എത്തും. C2 0 അല്ലെങ്കിലും നമ്മൾ എത്താൻ പോകുന്ന കോൺട്രഡിക്ഷനിലേക്കാണ്. സോ ഈ അസംഷൻ ഇത് ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ നമ്മൾ എങ്ങനെ പോയാലും കോൺട്രഡിക്ഷനിലേക്ക് എത്തുള്ളൂ. സോ ദിസ് സെറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയില്ലല്ലേ? ഹെൻസ് സെറ്റ് ഈ കേസ് 2 നമ്മൾ സ്വന്തം ചെയ്യട്ടോ. കേസ് C2 ≠ 0 നമ്മൾ സ്വന്തം ചെയ്യട്ടോ. ഹെൻസ് സെറ്റ് V1 V2 ഈസ് ഇൻഡിപെൻഡൻറ്റ്. ഇനി അടുത്ത പ്രോബ്ലം കാണാം. ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്രോബ്ലം ഒരു സിമ്പിൾ പ്രോബ്ലമാണ്. ഇവിടെ R4 ഒരു സബ്സെറ്റ് S തന്നിട്ടുണ്ട്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കാണിക്കണം. നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ ഇവിടെ ആൻസർ ജസ്റ്റ് അങ്ങ് എഴുതിയേ ഉള്ളൂ. ട്രൈ ചെയ്യൂ. ഇതാ എൻ്റെ ആൻസർ ഇവിടെ എത്തിയിട്ടുള്ളത് വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. അതായത് ഈ 4 വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് R4 0 വെക്ടർ ഉണ്ടാക്കാൻ ഈ ട്രിവിയൽ വേ മാത്രമേ ഉള്ളൂ. ദർ ഈസ് നോൺ ട്രിവിയൽ വേ ഓഫ് മേക്കിംഗ് 0 വെക്ടർ യൂസിങ് ദിസ് S എന്ന് ഞാൻ കാണിച്ചു. അതുകൊണ്ട് തന്നെ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി അടുത്ത വീഡിയോ കാണാം.